നമ്മളിന്ന് സാരി ഷോപ്പിങ്ങിനാണ് പോണത്. അപ്പൊ നിന്റെ മൈൻഡിൽ ഏത് നമുക്ക് ബിഫോർ ആൻഡ് ആഫ്റ്റർ എടുക്കാം? നീ ഏത് കളർ സാരി ആയിരിക്കും എടുക്കാൻ പോണത്? എനിക്ക് തോന്നുന്നു ഞാൻ പേസ്റ്റൽ, ബിക്കോസ് ഇന്നലെ അതിൽ ഞാൻ ഒരു പേസ്റ്റൽ പോലത്തെ ഒരു കളർ, അല്ലെങ്കിൽ ഡാർക്ക് ബ്ലൂ, ഇതൊക്കെയാണ്, അല്ലെങ്കിൽ മജന്ത, പിങ്ക്, ഇതൊക്കെയാണ് എന്റെ മനസ്സിലുള്ള ഒരു പിങ്ക്. എനിക്കറിയാം എന്റെ സാരിയിൽ എവിടെയെങ്കിലും ഒരു ഗ്രീനോ അല്ലെങ്കിൽ യെല്ലോ. ഗ്രീൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നീ ഇട്ടേക്കണ പോലത്തെ ഒരു ഗ്രീൻ ഷെയ്ഡ് എവിടെയെങ്കിലും. ഞാൻ അന്നൊരു നിനക്കൊരു ഇതായി ചെന്നില്ല മതി യെല്ലോ സാരി, അതാണ് എന്റെ മനസ്സിൽ. ബട്ട് ഐ ഡോണ്ട് നോ ഹൗ ദാറ്റ്സ് ഗോണ ഗോ. അവിടെ ചെല്ലുമ്പോ നമുക്ക് ചിലപ്പോ വെച്ച് നോക്കുമ്പോ ചിലപ്പോ റെഡ് സാരി ഒക്കെ ഇഷ്ടപ്പെട്ടു വരും, പറയാൻ പറ്റില്ല. അവൾക്ക് പോത്തീസി പോയിട്ട് കേസ് എല്ലാ പ്രാവശ്യം 6 മണിക്ക് എന്തായിരിക്കും നമ്മുടെ ഒരു സിറ്റുവേഷൻ. ഞങ്ങള് അത് ഇഷ്ടായി. പക്ഷെ ഇതില് വീഡിയോയില് കാണുമ്പോ വേറൊരു കളറാ. യെസ്, പച്ച. ദിസ് ഇസ് പച്ച മാൻ. ഞാൻ പറഞ്ഞ വാക്കിനുണ്ട്. അതാ 4000-ന്റെ ഡൾനസ്സാ ബേബി. അല്ല പിന്നെ പിന്നെ പാർട്ടിക്കിടണോ? നമ്മുടെ ആക്ച്വലി ഞങ്ങള് ഞാൻ കുറെ നാളായിട്ടാണ്, ഇപ്പൊ അത്യാവശ്യം ഇയേഴ്സ് ഒന്നല്ല, എന്നാലും 8 months കഴിഞ്ഞിട്ടാണ് വരുന്നത്. ഞാൻ ജിമ്മിനെ ലാസ്റ്റ് ആയിട്ട് കണ്ടത് 9 months ഒക്കെ. ഇതൊരു 10 പ്രാവശ്യം കേട്ടു, 10 പ്രാവശ്യം. പക്ഷെ വ്ളോഗില്ലല്ലോ മോളെ. അപ്പൊ ഇറ്റ് ഡസന്റ് ഫീൽ ലൈക്ക് തിരിച്ചു വന്നു. ഞങ്ങൾ അവിടത്തെ വിശേഷങ്ങളൊന്നും പറയണില്ല, അയർലൻഡിലത്തെ വിശേഷമില്ല, സിംഗപ്പൂരിലെ വിശേഷങ്ങളില്ല. അല്ല, എന്നാലും അവിടുത്തെ ഒരു വിശേഷങ്ങളും ഇല്ല. നമ്മള് സാധാ അങ്ങനെ പണ്ടത്തെ പോലെ കോളേജ് ലൈഫിൽ ഓക്കെ ഇന്ന് ഫ്രൈഡേ വന്നു, വീട്ടിൽ വന്നു, ഇനി മൺഡേ തിരിച്ച് ഞങ്ങൾ കോളേജിൽ പോകുന്നു. ആ ഒരു ഫീൽ ചെയ്യുന്നുള്ളൂ സത്യം പറഞ്ഞിട്ട്. കുറെ നാൾക്ക് ശേഷമാണ് ഒരു അലൈവ് ഫീൽ വരുന്നത്. I felt so alive yesterday guys, I'm not kidding. നമ്മള് ഫുൾ ചേച്ചിമാരായിട്ട് അങ്ങനെ വഴികൂടെ പോകുമ്പോ ആൾക്കാർ പറയുന്നു നിങ്ങൾ നല്ല വൈബുള്ള പിള്ളേരാണല്ലോ. അങ്ങനത്തെ ഒരു അലൈവ്നെസ് ആയിരുന്നു എനിക്ക് സംബന്ധിച്ചത്. ഇത്രയും ദിവസം ചത്തിരിക്കുന്നു. ആണോ? വൈബല്ലായിരുന്നു അതല്ലടി. ആർക്കും ഇഷ്ടമായി. നമുക്കിന്ന് നമ്മുടെ ഉമ്മ റെഡി ആക്കിയിട്ടുണ്ട് ഫിഷ് ഫ്രൈ ആണ്. അങ്ങനത്തെ സിറ്റുവേഷൻഷിപ്പ് പോകട്ടെ. എന്താ പറ്റിയത് നിനക്ക്? എനിക്ക് കരവേണ്ട കുറെ നേരം അതല്ല വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് പോയ ഷോപ്പിംഗ് ഒന്നും ജെമിക്ക് വേണ്ടിയായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവൾക്ക് കുറച്ച് ഇൻട്രസ്റ്റ് കുറവും ആ ഒരു ഇതുണ്ട്. അത് ഞങ്ങൾക്ക് വേണ്ടി പോയതിന്റെ ഒരു പ്രശ്നമാണല്ലേ. അങ്ങനെയൊന്നുമില്ല, എനിക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. പക്ഷെ കുറെ നേരം നിൽക്കണ്ട വന്നു. നിങ്ങൾ കാണൂടി അതെവിടെ തീരെന്തോ ഒരു ഇതൊക്കെ എടുത്തില്ലെങ്കിലേ. ആഫ്റ്റർ ലോങ് ടൈം നമ്മള് സ്കൂൾ ഫ്രണ്ട്സ് മീറ്റപ്പ് ചെയ്തേക്കുവാണ്. ദീസ് ആർ മൈ ഫ്രണ്ട്സ് ഫ്രം 9th grade. ഇതൊക്കെ എന്റെ യൂട്യൂബിൽ വരും കേട്ടോ എന്തായാലും. ഇവരുടെ ബാക്കിൽ ഇവരുടെ വീട് പണി നടക്കാണ്. 10th May 2025. ഇതിപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വെറുതെ വ്യൂസ് കിട്ടാനോ ഷോ കാണിക്കാനല്ല. ഞങ്ങൾക്ക് തന്നെ ഒരു 1 year അല്ലെങ്കിൽ ഒരു 2 years ഒക്കെ നമ്മുടെ യൂട്യൂബിൽ എടുക്കും. സിംപിളിയൊക്കെ ഭയങ്കര അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ കാണുന്നത്. ഇപ്പോൾ ശ്രുതിക്ക് 20 വയസ്സ്, 23. എനിക്ക് 23ആയി. അമ്മയ്ക്ക് ചുമയായിട്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ ആസ് എ ഏഞ്ചൽസ് നമ്മളെല്ലാം പണിയെടുക്കാം. അപ്പം ഞാൻ ഗരം മസാല മരക്കാൻ പോകും. അപ്പം ഞാൻ ഗരം മസാല ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഗരം മസാല എന്ന് പറയുമ്പോൾ ഗരം മസാല എന്ന് പറയുമ്പോൾ നമുക്ക് പെരിഞ്ചീരകം വരുന്നുണ്ട്, പിന്നെ ഏലക്ക വരുന്നുണ്ട്, പട്ട, ഗ്രാമ്പൂ,
അതൊക്കെ നമ്മളിങ്ങനെ ഫ്രൈ പാനിൽ ഒന്നിങ്ങനെ സോട്ടേ ചെയ്യണം. എന്നിട്ട് നമ്മൾ അതിങ്ങനെ ഒരു ഗ്രൈൻഡറിൽ വെള്ളം ഒട്ടുണ്ടാവാൻ പാടില്ല, കാരണം അത് ഡ്രൈ ആയിട്ടിരിക്കണം. അപ്പൊ ഞാൻ ഗരം മസാല ഉണ്ടാക്കാറ് ഈ വീഡിയോ കാണാമല്ലോ. ഓൾസോ എൻ്റെ മുടി ഇപ്പോൾ കുറച്ച് കേളി ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ആ സമയത്ത് ഇങ്ങനെ മുടി എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ അതൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. അതിനോട് ഞാൻ സംസാരിക്കാം. അപ്പോൾ ഇവിടെ കണ്ടോ ആളു പൊടിയൊക്കെ പാത്രത്തിലിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. രാവിലെ അവർക്ക് പനിയെ കുറിച്ച് ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല. രാവിലെ എന്തിനാണ് അങ്ങനത്തെ രാവിലെ ഫിറ്റാണ്. അത് കേട്ടാ തന്നെ അറിയാം. നല്ല ജ്യൂസ്, നല്ല പഴക്കം വന്ന മുന്തിരിക്കള്ളാണ്. ഓ വീര്യം കൂടിട്ടേ, അതായത് ഇതാണത് പഴസജ്ജ ഇങ്ങനത്തെ പല അമ്മമാരെ വീട്ടിലുണ്ടാവും. മൈൻഡ് ആക്കരുത് കേട്ടോ. അതിങ്ങനെ നമ്മൾ നട്ടം നോക്കും. ഞാൻ അവിടെ ചിക്കൻ കറി വെക്കല്, ഇവിടെ ചിക്കൻ. ഇവിടുത്തെ നാട്ടിൽ നമുക്ക് എല്ലാ ഇൻഗ്രീഡിയൻസും കയ്യിലുണ്ടല്ലോ. അതൊക്കെ അവിടെ ചെയ്യാൻ പറ്റുമോ? ഞാൻ പിടിക്കണം ആനക്കടപ്പ്. സോറി, അന്തിക്കടപ്പ്. തൃശ്ശൂർ തന്നെയാ. വീഡിയോ കോൾ ചെയ്യാൻ പറഞ്ഞുതരാം. നീ വീഡിയോ കോൾ ചെയ്യുന്നത് സ്ഥലം കാണിക്കും. ഇവിടെ ഇല്ല, ഇവിടെ മോളെ, ഇവിടെ അല്ല. എടുത്തിരിച്ച് ബസ് സ്റ്റോപ്പിൽ രാജസ്ഥാനൊക്കെ എന്തോടത്. എടുത്തിരിച്ച് ബസ് സ്റ്റോപ്പിലോട്ട് നടക്ക് മോളെ, ഇവിടെ അല്ല. ചേട്ടനൊക്കെ നോക്കിക്കണു. അതന്നെ നടക്ക് കുട്ടി, കണ്ട ഇവർക്ക് ഇതൊക്കെ പറ്റുള്ളൂടി. നടക്ക് നടക്ക് നടക്ക്. ആ ഒരു വഴി കൂടെ നടക്ക്. ബ്ലാക്ക് ഹോളെന്നൊക്കെ ഓട്. ഇങ്ങോട്ട് വരാ, ഇങ്ങോട്ട് പോ. നമ്മള് കേക്ക് മേടിക്കാൻ പോവാണ്. ഹാപ്പി ബർത്ത്ഡേ. നമ്മള് ഫൈനലി നമ്മള് കരിക്ക് കുടിക്കാൻ കയറി. എന്നിട്ട് സിമ്രൻ ഓർഡർ ചെയ്ത ചേട്ടാ കരിക്ക് കുറച്ച് മധുരവും വേണം. വാട്ട് ഇസ് ദിസ്? കരിക്കിൽ മധുരം ഇടാൻ പറ്റില്ല. സോ ഐ എം ഗോണ ഡ്രിങ്ക് കരിക്ക് ഇൻ ലൈക്ക് വർഷങ്ങൾക്ക് ശേഷം. സോ ഇറ്റ്സ് സൺസെറ്റ്. അപ്പോൾ വി ഹാവ് എ പ്ലാൻ ടു ഗോ ടു ദ ബീച്ച്. പിന്നെ ഞങ്ങളുടെ ഫ്രണ്ടും വരും, ലച്ചു വരും. അപ്പോൾ അവളെ പിക്ക് ചെയ്യാൻ പോകും. അപ്പോൾ നമുക്ക് ബീച്ചിലൊക്കെ പോയി ഫോട്ടോ എടുക്കാമെന്നൊക്കെ വിചാരിച്ചു. കാരണം ഇറ്റ് ബിൻ എ ലോങ് സിൻസ് വി ഹാവ് ഗോട്ടൻ എ പിക്ചർ അറ്റ്ലീസ്റ്റ്. അപ്പം വി ആർ ഓൾ റെഡി. ലേറ്റ് ആവണ കാരണം തന്നെ സൺസെറ്റ് ഓൾമോസ്റ്റ് കഴിഞ്ഞു. സോ ഐ ഡോണ്ട് തിങ്ക് ദർ ഇസ് എ പോയിന്റ് ഓഫ് us even going out to the beach. Why we are living to pick lecture. And Rajani. Yeah, got it. Yeah guys, finally the final girl ne nammal pick cheyidu, Lakshmi.
സിമ്രൻ രാവിലെ കട്ടിലുമെന്ന് വീണു. സത്യം, ഇത്ര കൊല്ല ഇത്ര കുടുംബങ്ങൾ. നമ്മള് ജസ്റ്റ് ഒരു ഷോപ്പിങ്ങിന് വേണ്ടി എറണാകുളം പോവാണ്. നമ്മൾ ഗേൾസ് ട്രിപ്പാണ് ഗൈസ്. ഇങ്ങനെ യൂട്യൂബിൽ വരും കേട്ടോ, സീരിയസ് ആയിട്ടും. അങ്ങനെ ഞങ്ങളിപ്പോ ലുലുവിൽ പോയിട്ട് നമ്മള് ഭയങ്കര ഗെയിംസ് ഒക്കെ ആയിരിക്കും കേട്ടോ മക്കളെ. അങ്ങനെയൊക്കെ ഉള്ളു, അത്രേ ഉള്ളു കേട്ടോ. എന്നെയും ജമീനിയും ഇവര് സെപ്പറേറ്റ് ചെയ്തു. സോ അങ്ങനെ നമ്മുടെ ഫങ്ഷൻ പരിപാടി അങ്ങോട്ട് സ്റ്റാർട്ടാവണേ. അപ്പോൾ അപ്പാരൻ്റ്ലി ഇന്ന് കാറ് അച്ഛൻ കൊണ്ടുപോയി. എന്നിട്ട് അച്ഛൻ പറഞ്ഞു ലൈക്ക് അമ്മാമ്മേനായിട്ട് അച്ഛൻ ഐ ഹോസ്പിറ്റലിൽ പോയിട്ട്, അപ്പോൾ എനിക്ക് ആ കാർ അവിടെ നിന്ന് സ്കൂട്ടർ എടുത്ത് പോയിട്ട് സ്കൂട്ടർ അവിടെ വെച്ച് കാർ എടുത്ത് കൊണ്ടുവരേണ്ട ഒരു സിറ്റുവേഷൻ വന്നു. അപ്പോൾ ഞാനാണെങ്കിൽ ഇനിയും ടാനായി, ഇപ്പം തന്നെ ടാനായി ഞാനൊരു വിധായി. അപ്പോൾ ഞാൻ മാസ്ക്, സ്പെക്സ്, പിന്നെ സ്ലീവ് കവറാവാൻ വേണ്ടിയിട്ട് അച്ഛൻ്റെ വലിയ ഷർട്ടൊക്കെ ഇട്ടിട്ടൊരു ഭയങ്കര ഈസ്തറ്റിക്കിലാണ് ചെന്നപ്പോൾ തന്നെ അച്ഛനിങ്ങനെ ഒന്ന് നോക്കി. നൗ എനിവേസ് ഞാൻ കാനിയുടെ വീട്ടിൽ കാനിനെ പിക്ക് ചെയ്യാൻ വന്നിരിക്കുകയാണ്. നൗ കാനിനെ പിക്ക് ചെയ്ത് വീണ്ടും എൻ്റെ വീട്ടിൽ പോയിട്ട് എൻ്റെ ലഗേജ് എടുത്തിട്ട് അങ്ങനെ നമ്മൾ ജമീൻ്റെ വീട്ടിൽ പോകുന്നു. അങ്ങനെ ജമീനെ പിക്ക് ചെയ്യുന്നു. അങ്ങനെ നമ്മൾ ചെക്ക് ഇൻ ചെയ്യാൻ ഹോട്ടലിൽ പോകുന്നു. സോ ദാറ്റ്സ് ദ പ്ലാൻ. നമ്മുടെ ലഗേജ് എല്ലാം റെഡിയാണ്. യെസ്, 2 പെട്ടി ആയി, 1 പെട്ടി ബാഗിലുണ്ട്. ഫൈനലി വി ചെക്ക്ഡ് ഇൻ. സോ അപ്പാരൻ്റ്ലി ദേ അപ്ഗ്രേഡഡ് അവർ റൂം ടു ആൻ ഇൻസ്റ്റിറ്റ്യൂട്ട് റൂം. അപ്പം നമുക്ക് റൂം എങ്ങനെയാണെന്നൊക്കെ നമുക്കറിയാമല്ലോ. ഐ ഗെസ് ഞങ്ങൾ ഇൻഫ്ലുവൻസേഴ്സാണെന്ന് വിചാരിച്ചിട്ടൊക്കെ ഞങ്ങളൊരു നോർമൽ റൂമാണ് ഞങ്ങൾക്ക് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ വന്നപ്പോൾ ലൈക്ക് മാം യുവർ റൂം ഹാസ് ബീൻ അപ്ഗ്രേഡ്, ലൈക്ക് ബിസിനസ് ക്ലാസ്സിലോട്ട് അപ്ഗ്രേഡ് എന്ന രീതിയിൽ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്കൊന്ന് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ വി ആർ ലൈക്ക് വെയിറ്റിംഗ്. ഇതാണ് നമ്മുടെ റൂം, നമ്മുടെ എൻട്രൻസ്. സാരി കൊടുത്തോടെ വരത്തി. ജെനി സ്റ്റിൽ ബീങ് ദറ്റ് ക്രേസി ട്രേസി സൂപ്പർ സുജി കൈൻഡ് ഓഫ് ഹെയർ സ്റ്റൈലിരിക്കണം. സോ ഞാൻ ഒറ്റയ്ക്കാണ് എയർപോർട്ടിൽ പോണത്. എന്നെ കൊണ്ടുപോകാൻ എത്ര ആൾക്കാരുണ്ട്. അങ്ങനെ ഫൈനലി നമ്മുടെ most expensive trip to India കഴിഞ്ഞിരിക്കുകയാണ്. And now we are back to Dublin and first day then എനിക്ക് വർക്കിന് പോകണം. So that's that. ഇതിപ്പോ ഗോഡ് ഇവരെ എന്താണെന്ന് മിണ്ടാണ് നിക്ക് എഡിറ്റ് ചെയ്ത് തീർക്കത്. അപ്പോൾ നമ്മളിപ്പോൾ പോവാണ്. ബാക്കി പകുതി വഴിയിൽ നിന്ന് നമ്മുടെ ഒരു നെക്സ്റ്റ് വണ്ടി ജോയിൻ ചെയ്യണതായിരിക്കും വിത്ത് മൈ അതർ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി. അപ്പോൾ കാനി അൺഫോർച്ചുനേറ്റ്ലി ആസ് യൂഷ്വൽ ഇവിടെ ഇറങ്ങി പോവാണ്. ഞാൻ ഒരു പ്രശ്നം വരുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ടിന്റെ അടുത്ത് ഒരു 12 മിനിറ്റ്സ് സംസാരിച്ചാൽ മതി. And I have 12 into 2, 24 minutes for you. So you can always. എന്നതിന്റെ പ്രശ്നം അതല്ല, ഞാൻ പറയായിരുന്നു കാനി എപ്പോഴും ഇങ്ങനെ മുടക്കും. അപ്പൊ ഞാൻ പറയും കാനി നിന്റെ പേര് വരെ കാന്യൂ എന്നാണ്, തെളിയിച്ച് കാണിച്ചു കൊടുക്കുക എന്നുള്ളൊരു കുട്ടി ചെയ്യുന്നില്ല കേട്ടോ. പണ്ടില്ലേ ഗൈസ്. അങ്ങനെ ഞങ്ങൾ ലൈറ്റായിട്ട് ചായ കുടിക്കാൻ അല്ല ചായക്കെടുത്ത് ഫ്രണ്ടിൽ കാറ് പാർക്കിംഗ് സിറ്റുവേഷൻ അറിയില്ല എന്താ നെക്സ്റ്റ് ഉണ്ടാവാറ്. അപ്പൊ ലൈറ്റായിട്ട് ഒരു കുറച്ച് പൊറോട്ട എടുക്കാന്നാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത്.